അന്നില്ലാത്ത നഗ്നത ഇന്നെവിടെ നിന്ന് വന്നു? ഇത് വേദനാജനകം. ശ്വേതാ മേനോനെതിരായ കേസിൽ ബ്ലെസി. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചു പണം സമ്പാദിച്ചുവെന്നും രംഗങ്ങൾ പ്രചരിപ്പിച്ചുവെന്നുമുള്ള ശ്വേതാ മേനോനെതിരായ പരാതി കെട്ടിച്ചമച്ചതെന്ന് നടി സീമാജി നായർ. ഏതു നീതിപീഠം വരെ പോയാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിലെ കഷ്ണങ്ങളായി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും മാറരുതെന്നും സീമ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നമസ്കാരം. ഇന്നലെ വളരെയേറെ വിഷമമുണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ആരുടെയോ സ്വാർത്ഥ താല്പര്യം കൊണ്ട് പൊങ്ങി വന്നത്. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം തന്നെയുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാകും. എല്ലാം തകർത്തേ അടങ്ങൂ എന്ന പിടിവാശിയാണ് ചിലർക്ക്. എത്ര മോശമായാണ് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്. 25 വർഷത്തിനു മുന്നേ കയം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരുമിച്ച് കുറെ ദിവസങ്ങൾ. അന്ന് തുടങ്ങിയ സ്നേഹം എന്നും ഫോൺ ചെയ്തോ കണ്ടോ ഉള്ള ബന്ധമല്ല. ആദ്യമായി കണ്ട അന്നു മുതൽ ഒരേ രീതിയിൽ ഇടപെടുന്ന ചുരുക്കം ചിലരിലൊരാൾ. അവരെക്കുറിച്ച് എത്ര വൃത്തികെട്ട രീതിയിലാണ് FIR ഇട്ടിരിക്കുന്നത്. അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, അവർ കുട്ടികളെ വഴിതെറ്റിക്കുന്ന വീഡിയോസ് ചെയ്യുന്നു. അയ്യോ, കേട്ടാലറയ്ക്കുന്ന വിവരങ്ങൾ. കളിമണ്ണോ പാലേരി മാണിക്യമോ കയമോ കാമസൂത്രയോ എന്തുമായിക്കോട്ടെ, അതെല്ലാം നിയമവിധേയമായി സെൻസർ ബോർഡിന്റെ അംഗീകാരത്തോടെ റിലീസ് ചെയ്തവ. ഇനി അടുത്തത് പോൺ സൈറ്റിൽ വീഡിയോസ് ഉണ്ടെന്ന്. ആർക്കും ആരുടെ വീഡിയോയും മോർഫ് ചെയ്തിടാമെന്ന് ഈ കാലഘട്ടത്തിൽ ബാൻ ചെയ്ത സൈറ്റിൽ പോയി ഇതൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ ഏതുപൂട്ടും തുറക്കാവുന്ന ഒരു മഹാനാണോ ഇതെന്ന് അത്ഭുതപ്പെട്ടുപോയി. ബാൻ ചെയ്ത സാധനങ്ങൾ തുറന്നുകൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ ഇവിടെ ഉള്ളിടത്തോളം മാർട്ടിൻ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്നു എന്ന തെറ്റാണ് ശ്വേത ചെയ്തത്. കുക്കു പരമേശ്വരനും ആ ഒരു തെറ്റാണ് ചെയ്തത്. ഏതു നീതിപീഠം വരെ പോയാലും അർഹിക്കുന്ന ശിക്ഷ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് വാങ്ങിക്കൊടുക്കണം. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിലെ കഷ്ണങ്ങളായി ശ്വേതയും കുക്കുവും മാറരുത്. ഒരു സ്ഥാനത്തിന് വേണ്ടി എന്ത് ചീഞ്ഞകളിയും കളിക്കുന്നവർ കളിക്കട്ടെ, പക്ഷേ നിങ്ങൾ ജയിച്ചേയാവണം. മറ്റൊന്നും കൊണ്ടല്ല. അത്രയും മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നാളിലും പുറത്തു വരുന്നത്. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ധൈര്യമായി മുന്നോട്ടു പോകുക. മുന്നോട്ടു പോയേ പറ്റൂ. സീമാജി നായരുടെ വാക്കുകൾ.